അടിസക്കെ പഞ്ഞിക്കാരനാണ്. ഞാനിപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ മീനാണ്. ഈ മീൻ കറിയൊക്കെ വെച്ച് നല്ല നാടൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടില്. ഈ കറക്റ്റ് ഫുഡ് സ്പോട്ട് വന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൃഷ്ണങ്കോട്ട കഴിയുമ്പോഴും മാളേന്ന് പൊയ്യാന്ന് പറയുന്ന കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കിടിലൻ ഫുഡ് സ്പോട്ടാണിത്. ഞങ്ങളുടെ നാട്ടിലെ ഫിഷറീസ് അല്ലെങ്കിൽ അഡാക്ക് അതിന്റെ ഉള്ളിലാണ് ഈ അമ്മമാർ നടത്തുന്ന സ്നേഹമായ ഊണ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. എന്റെ പുറത്തുള്ള കൂട്ടുകാർ വരുമ്പോഴായാലും അതായത് പ്രവാസികൾ വരുമ്പോൾ അവരൊക്കെ ഞാൻ കൊണ്ടുവരുന്ന ഇവിടെയാണ്. കാരണം ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നല്ലവരായ കുറെ അമ്മമാര് ചേർന്ന് അവരുടേതായ രീതിയിൽ നല്ല നാടൻ ഭക്ഷണം നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിൽ കഴിക്കണ സ്വാദി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമില്ലേ, അതാണ് ഇവിടെ കിട്ടണത്. നെയ്തൽ സീ ഫുഡ് സ്പെഷ്യൽ കിച്ചൺ എന്നാണ് ഇതിനെ. നെയ്തൽ എന്ന് പറഞ്ഞാലും മടാക്ക് എന്ന് പറഞ്ഞാലും മടാക്കിൽ ഊണെന്ന് പറഞ്ഞാലും ഇവിടെ ഫേമസ് ആണ്. ഇത്രത്തോളം സൗകര്യത്തോടെ നമുക്ക് സന്തോഷപൂർവ്വം ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയുണ്ട്. നാടൻ ഊണും പപ്പടവും മീൻകറിയും രണ്ടോരത്ത് കറിയും അച്ചാറും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ പറയാട്ടെ. ഞാനൊരു ഞണ്ടും ഒരു കക്കയും ഒരു ബീഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മീൻ പൊരിച്ചത്, ചിക്കൻ, ബീഫ്, കക്ക, കൂന്തല്, കൊഴുവ, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. നാടൻ ഫുഡ് മാത്രമല്ല കേട്ടോ, ചിക്കൻ ബിരിയാണി ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ നാടൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം കൊണ്ട് മീൻ കറി കൂട്ടാനൊക്കെ ആയിട്ട് ആ ഒരു വൈബി വരുമ്പോൾ അതുകൊണ്ടാണ് ഇതിലോട്ട് നമ്മൾ ലഹരി പിടിച്ചേക്കണം. നമ്മുടെ അമ്മമാര് വീട്ടിൽ വെച്ച് തരുന്ന പോലെ തന്നെ ഇവിടുത്തെ അമ്മമാര് അവരുടെ സ്നേഹം കൊണ്ട് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അത് കഴിക്കുമ്പോൾ തന്നെ കിട്ടുന്ന സമാധാനം അത് പറഞ്ഞറിയിക്കല്ല, പോയി തന്നെ കഴിക്കണം കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന അവരുടെ വൃത്തി കാര്യങ്ങൾ, പിന്നെ അവരുടെ അടുക്കള എല്ലാം കൊണ്ടും ഒരു അടിപൊളി വൈബാണ്. അവിടുത്തെ അമ്മമാർ ഒരുപാട് തവണ നാട്ടിൽ തന്നെ കണ്ടുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടായതുകൊണ്ട് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. നല്ല സ്നേഹമുള്ള അമ്മമാരാണ്ട് എല്ലാവരും. നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയായി. എനിക്ക് നല്ല ഭക്ഷണം തന്നുകൊണ്ട് അവര് ഹാപ്പിയായി. അപ്പൊ എന്ത് പറയാൻ, എല്ലാവരും ഹാപ്പി. പഞ്ഞിക്കാരൻ പോണേ സുലാൻ.